നേതാവ്, ആ ക്രിസ്ത്യാനിയുടെ നേതാവ് ആ കർത്താവാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ ആരെയും മതത്തിന്റെ പേരിൽ ആക്രമിക്കാൻ പോകുകയില്ല. ഇവിടെ ക്രിസ്ത്യാനിയെ എല്ലാം കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്താന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കോട്ട് പേടിയില്ല. കാരണം ജനസംഖ്യാ ബലം കൊണ്ട് വോട്ട് ബാങ്ക് കൂടെ അധികാരം നേടാമെന്ന് വിചാരിക്കുന്ന ഈ ലോകത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാ. ക്രിസ്ത്യാനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഇവിടെ ജനസംഖ്യ കുറഞ്ഞെന്ന് വിചാരിച്ച് ക്രിസ്ത്യാനി അങ്ങ് ഞെട്ടിത്തെറിക്കൊന്നുമില്ല. ഇവിടെ എല്ലാവരും കൂടെ വന്ന് ക്രിസ്ത്യാനി അങ്ങ് ഒതുക്കിക്കളയുമെന്ന് വിചാരിച്ച് പേടിയൊന്നുമില്ല. കാരണം അത്യുന്നതനായ ദൈവം, അവിടുന്ന് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, അവിടുത്തെ ശക്തിക്ക് മുമ്പിൽ ലോകം മുഴുവനും കിടുകിട വിറയ്ക്കും. അതാണ് പറഞ്ഞത്. 2 മക്കർ 8:18 ഇപ്രകാരം വചനം പറയുന്നു: നിനക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ പക്ഷത്തുള്ളതിനാൽ നാം പതറത്തില്ല, നാം കുലുങ്ങത്തില്ല. ക്രിസ്ത്യാനിയുടെ എണ്ണം കൂട്ടി ആരോടും മല്ലടിക്കാൻ ക്രിസ്ത്യാനി പുറപ്പെടുകയില്ല. ക്രിസ്ത്യാനിക്ക് നേതാവായിട്ടവൻ കർത്താവാണ്. അവന് വേണ്ടി ജീവത്യാഗം ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ നാടിനെ അനുഗ്രഹിക്കും. എവിടെ രക്തസാക്ഷിത്വമുണ്ടോ അവിടെ ക്രിസ്ത്യാനി തഴച്ചു വളരുന്നതല്ലേ ലോക ചരിത്രം നോക്ക് പഠിക്കാൻ. ഇതാണ് ക്രിസ്ത്യാനി ആർക്കും ആക്രമിച്ചില്ലാതാക്കാൻ പറ്റില്ല. അക്രമത്തെ ക്രിസ്ത്യാനി പേടിക്കുകയില്ല. കാരണം ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. അവനെ ക്ഷമിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ശത്രുവിന് നന്മ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതാ ക്രിസ്ത്യാനിയുടെ മുദ്രാവാക്യം. പ്രിയമുള്ളവരെ, ഞാൻ മുന്നോട്ടധികം പറയുന്നില്ല. ഇവിടെ നമ്മുടെ കോർഡിനേറ്റർ